നമസ്തേ. ചരിത്രാതീത കാലം മുതലുള്ള മനുഷ്യ സ്വഭാവങ്ങളിലൊന്നാണ് പരദൂഷണം. അത് മനുഷ്യരുള്ള കാലം തുടരുകയും ചെയ്യും. മറ്റുള്ളവരെക്കുറിച്ച് ഉള്ളതോ ഇല്ലാത്തതോ ആയ കാര്യങ്ങൾ യാതൊരു ഗുണവും ചെയ്യില്ലെന്നറിയാമെങ്കിലും പറഞ്ഞു പരത്തുന്നത് ബന്ധങ്ങൾ വഷളാക്കും. ചിലപ്പോൾ വഴക്കിൽ കലാശിക്കുകയും ചെയ്യും. അത് വീടായാലും നാടായാലും രാജ്യമായാലും. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്താതിരിക്കുക. അറിയുന്ന കാര്യമാണെങ്കിലും മറ്റുള്ളവർക്ക് ദോഷകരമെങ്കിൽ അതേക്കുറിച്ച് പറയാതിരിക്കുക. അയൽക്കാർ തമ്മിലുള്ള പതിവ് കൂടിക്കാഴ്ചയും കുറച്ച് പരദൂഷണവും അല്പം ഹാസ്യാത്മകമായി അവതരിപ്പിക്കുകയാണ് ഇവിടെ. ഞങ്ങൾ തുടങ്ങട്ടെ. പരദൂഷണം അന്നും ഇന്നും എന്നും. ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഇവിടെ ആരുമില്ലേ? ഇറങ്ങി വരാൻ. അല്ല, നിങ്ങൾ എന്നെ ഒന്ന് പറ, ഇന്ന് വരെ എന്നെ കൊണ്ടോ എന്റെ വീട്ടുകാരെ കൊണ്ടോ ഈ നാട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഓ, ദാ ഇവിടെ ഒരുത്തിയുണ്ട്. എവിടെ പോയാലും ചമഞ്ഞൊരുങ്ങിയേ പോവും. എന്നാലും ജോലിയും പരദൂഷണം പറച്ചിലും അയൽവക്കാരെ ദ്രോഹിക്കലും. ഞാൻ അത്ര കാര്യമൊന്നും അല്ല കേട്ടോ. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയില്ല, നാട്ടുകാരെ ദ്രോഹിക്കുകയില്ല. സ്വന്തം കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി കഴിയും. ഇവിടെ ആരുമില്ലേ? ശാരദേ, ശാരദേ, ആരാ ഇവിടെ കിടന്ന് അലറി വിളിക്കുന്നേ? ഓ, വനചേച്ചിയോ? അതേടി, ഞാൻ അലറും കൂവും, നാട്ടുകാരെ മുഴുവനും വിളിച്ചു നടക്കും. മാതിരി പണിയല്ലേടി നീയും നിന്റെ കുടുംബവും കാണിക്കുന്നത്. ഞാൻ എന്തോ ചെയ്തു? നിന്റെ വീട്ടിലെ കച്ചറ മുഴുവൻ ഇങ്ങോട്ട് അങ്ങ് വലിച്ചെറിയും. മഴവെള്ളവും മുഴുവൻ ഇങ്ങോട്ടല്ലേ തുറന്നിടുന്നത്. ആരെങ്കിലും ചെയ്യുന്ന പണിയാണോടി ഇത്? ഓ, അതിനിപ്പോ നിങ്ങൾ ഇങ്ങോട്ട് ചെയ്യും, ഞാൻ അങ്ങോട്ടും ചെയ്യും. അതൊക്കെയാ രമണി. അയൽക്കാരോടൊക്കെ എന്ത് നല്ല സ്നേഹമാണ്. അവരുടെ കുടുംബത്തെ കുറിച്ച് നാട്ടുകാർക്ക് എന്ത് നല്ല അഭിപ്രായമാണെന്നോ. പിന്നെ അതുകൊണ്ടായിരിക്കും വയലത്തെ വീട്ടിലെ പനിയത്തിൽ നിന്ന് കള്ളു മോഷ്ടിച്ചെന്ന് നാട്ടുകാർ പിടിച്ച് കെട്ടി പോലീസിനെ ഏൽപ്പിച്ചത്. ആ, അതെപ്പോ? നീ അറിഞ്ഞില്ലേ? അപ്പോ ഇല്ല. അങ്ങേർക്ക് കള്ളു കുടിക്കാൻ രമണി പൈസ കൊടുത്തിരുന്നില്ല. നേരെ എത്തിയപ്പോ അയൽവക്കത്തെ പനിയിൽ കയറി അതിന്റെ കുലയിൽ കെട്ടിയിരുന്ന കലത്തിൽ നിന്ന് കള്ളു കുടിച്ചതാ. കുടിച്ച് മണ്ടയിൽ നിന്ന് ഉറങ്ങിപ്പോയി. മാത്രമല്ല, ഉണർന്നപ്പോ വീണ്ടും വാക്കുന്ന് കുടിച്ചു. എന്നിട്ട് മത്ത് പിടിച്ചപ്പോ ഉറക്കെ അങ്ങ് പോയി. ആ, ഈ കുഞ്ഞ് കേട്ട് നാട്ടുകാർ എല്ലാരും ഓടിക്കൂടി. മേളിലേക്ക് ടോർച്ചടിച്ച് നോക്കിയപ്പോ ഒരാളിരിക്കുന്നു. ഇരുട്ടല്ലേ, അതുകൊണ്ട് ആരാന്ന് അറിയില്ലല്ലോ. ഇറങ്ങി വരാൻ കുറെ പറഞ്ഞു, കേട്ടില്ല. അവസാനം കല്ലെടുത്ത് എറിഞ്ഞപ്പോ ആടെ ഇറങ്ങി. നോക്കിയപ്പോ ആരാ? രമണിയുടെ ഭർത്താവ്. ഉടുതുണി ഇല്ലാതെ താഴെ ഇറങ്ങിയെന്നോ പോലീസ് വന്ന് പൊക്കിയെന്നൊക്കെ നാട്ടുകാർ പറഞ്ഞു കേട്ടതാ. എന്നാലും എനിക്കൊന്നും അറിയില്ലേ. നമ്മൾ എന്തിനാ ശാരദയും മറ്റുള്ളവരുടെ കാര്യമൊക്കെ അന്വേഷിക്കുന്നത്? അവരായ അവരുടെ പാട്. മിണ്ടല്ലേ ചേച്ചി, ദേ അവള് വരുന്നു. അല്ല, എന്താ രണ്ടുപേരും കാലത്തെ? ഒന്നുമില്ല എന്റെ രമണി, ഓരോ കാര്യം പറഞ്ഞ് ഇങ്ങനെ നിന്നതാ. അല്ല, നീ ഇതെങ്ങോട്ടാ കയറുമായിട്ട്? കെട്ടിയോ കയറൂരി പോയോ? തമാശക്കല്ലേ, ആ കൊമ്പി പശു കയറും പൊട്ടിച്ചങ്ങ് പോയെന്നേ. പാടത്തെങ്ങാനും കാണും. അല്ല രമണി, ചോദിക്കുന്നുണ്ടോന്ന് തോന്നല്ലേ? നിന്റെ ചേട്ടനെ നാട്ടുകാർ പനയുടെ മേളിൽ കണ്ടെന്നോ പോലീസ് പിടിച്ചെന്നോ ഒക്കെ കേട്ടല്ലോ. എന്റെ വനജയെടുത്തി ശാരദേച്ചി കള്ളിന്റെ മണം പോലും അറിയാത്ത മനുഷ്യനാ. അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പുറത്തെ വീടില്ലേ സുമതിയുടെ ആ പൂതന, എന്റെ ചേട്ടൻ അതുവഴി പോയപ്പോ ഏതോ ഒരു പട്ടി ഇട്ട് ഓടിച്ചു. ഇങ്ങേര് അതിനെ കണ്ടു പേടിച്ച് അടുത്ത കണ്ടമരത്ത് കയറി. അതൊരു പനിയായിപ്പോയി. അത് ചേട്ടന്റെ കുട്ടിയാണോ? നിങ്ങൾ തന്നെ പറ. ചേട്ടൻ മോളിലും പട്ടി താഴെയും അവിടെ ഇരുന്നിരുന്ന് എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു.
അപ്പോഴാ ആ പൂതന നാട്ടുകാരെല്ലാം വിളിച്ച് പിന്നെ പോലീസും വന്നു. പാവം എന്റെ ചേട്ടൻ. അപ്പൊ അതിന്റെ മണ്ടയിൽ ഇരുന്ന് കൂവി വിളിച്ചതോ? എന്റെ ശാരദേച്ചി, ചേട്ടൻ മുകളിലല്ലേ, താഴെ പോകുന്നവരൊന്നും കാണില്ലല്ലോ. ചേട്ടന് മരം കേട്ടാ അറിയുകയില്ല. അപ്പോ താഴെ ഇറങ്ങാൻ സഹായത്തിന് കൂവിയതാ. പക്ഷെ നിന്റെ വീട്ടിലെ തെങ്ങിൽ നിന്ന് തേങ്ങ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അത് തെങ്ങല്ലേ ശാരദേച്ചിയെ, ഇത് നെട്ടപ്പോ കാളിപ്പനിയും. അപ്പൊ താഴെ ഇറങ്ങിയപ്പോ പൂസായിന്നെന്നും കള്ളു മണത്തുന്നും ഒക്കെ നാട്ടുകാരും പോലീസും പറഞ്ഞതോ? നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്ത? പനയുടെ മുകളിലങ്ങനെ ഇരിക്കുമ്പോ ചേട്ടൻ ദാഹം തോന്നിയിട്ടുണ്ടാവും. അപ്പൊ കുളിയിൽ കെട്ടിയ കാലത്തിൽ നിന്ന് ഇത്തിരി കള്ളു മുട്ടി കുടിച്ചു. ശരിയാ, പനയുടെ മുകളിൽ കള്ളല്ലേ കിട്ടൂ, കിണറൊന്നും ഇല്ലല്ലോ അല്ലേ? അതെന്താ ചേച്ചി ഒരു മൂന വെച്ച സംസാരം? ഞാൻ കളിയാക്കിയതൊന്നുമല്ല. നീ നോണ പറയില്ലെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാലോ. ആരാ കാറിൽ വന്നിരിക്കുന്നത്? അപ്പുറത്തെ വീട്ടിലേക്കാണല്ലോ. വല്ല കല്യാണക്കാരും ആയിരിക്കും. കുറെ ആൾക്കാരായി വന്ന് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. എന്താ മൂന്നും കൂടെ? വല്ല അന്താരാഷ്ട്ര ചർച്ച എങ്ങാനാണോ? പരദൂഷണായിരിക്കും. പരദൂഷണം? ഞങ്ങള് മറ്റുള്ളവരെ പോലെ നാട് നീളെ നിരങ്ങി നടന്ന് പരദൂഷണം പറയാറില്ല. ആട്ടെ, നിങ്ങൾ എങ്ങോട്ടാ? അയ്യോ, നിങ്ങൾ അറിഞ്ഞില്ലേ? ഇന്ന് ടൗണില് പുതിയ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഉദ്ഘാടന. നല്ല വിലക്കിഴിവുണ്ടത്ര. ചേട്ടനാണെങ്കിൽ പഴയതൊന്നും ഇഷ്ടമല്ല. 2 തോർത്തും കുറച്ച് കിച്ചൺ ടവലും വാങ്ങി ഇറങ്ങിയതാ. ഉള്ളതൊക്കെ പഴയതായി. അല്ല സുനന്ദേ, കഴിഞ്ഞ ആഴ്ച സാരി മോഷ്ടിച്ചതിന് നിന്നെ കടയിൽ പിടിച്ചു നിർത്തിയെന്ന് കേട്ടല്ലോ. കേട്ടതാണ്, ചെലപ്പോ തെറ്റായിരിക്കും. അത് പിന്നെ എന്റെ ചേച്ചി, രാധാമയുടെ മോളുടെ കല്യാണല്ലേ, ഒരു പുതിയ സാരി എടുത്ത് പോകാന്ന് കരുതി കടയിൽ കയറിയതാ. ഓരോന്ന് നോക്കി നോക്കി വന്നപ്പോ പെട്ടെന്ന് ചേട്ടന്റെ ഫോൺ വന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. സാരി കയ്യിലിടാതെ ഞാൻ ഓർത്തുമില്ല. അല്ലാതെ നാട്ടുകാർ പറയും പോലെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. കേട്ടില്ല. പോലീസ് സ്റ്റേഷനിലോ? എന്തിന്? അപ്പൊ വില്ലേജ് ഓഫീസിൽ പോയില്ലേ? എന്റെ മനുഷ്യ, നിങ്ങളുടെ ഒരു കാര്യം എന്ത് പറ്റിച്ചല്ലോ? എന്റെ ചേച്ചി, ഒന്നും പറയണ്ട. വില്ലേജ് ഓഫീസിൽ ടാക്സ് എടുക്കാൻ പോയ മനുഷ്യനാ. അവിടെ അങ്ങ് അതിർത്തി തർക്കം നോക്കിയിരുന്നു. കേറി അവിടെ ഇടപെട്ട് മതിസ് പറഞ്ഞു. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ സാക്ഷി പറയാൻ പോയിരിക്കുക. അല്ലെങ്കിൽ നിന്റെ ചേട്ടന് ഈ അസുഖം പണ്ടേ ഉള്ളതാ. വെറുതെ എന്തിനും കയറി ഇടപെടും, എന്നിട്ട് പുലിവാലി പിടിക്കും. ചില ആൾക്കാർ അങ്ങനെയാ. വഴിയെ പോകുന്ന വയ്യാവിലി ഓട്ടോ വിളിച്ചും വീട്ടിൽ കൊണ്ടുവരും. അതെ, മനുഷ്യരായാൽ അങ്ങനെയൊക്കെയാ. നമുക്ക് ഒരു ആവശ്യം വന്നാൽ ആരെങ്കിലൊക്കെ വേണ്ടേ? കണ്ട ചേട്ടനെ പറ്റി പറഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളൊന്നും പറഞ്ഞില്ലേ, നീ ആയി നിന്റെ പാട്. വാ സുനന്ദേ, നമുക്ക് പോയിട്ട് വരാം. അപ്പൊ ശരി, പോയിട്ട് വരാട്ടോ. ആ സുനന്ദ പറഞ്ഞതൊക്കെ പച്ച കള്ളമാണ്. മോഷ്ടിച്ച സാരിയും കൊണ്ട് ബസ്സിൽ കയറിയെന്നും കടക്കാർ പുറകെ ടാക്സിയിൽ വന്ന് വിളിച്ചിറക്കിയെന്നും സാരി തിരിച്ചു മേടിച്ചു എന്നൊക്കെയാണ് കേട്ടതാട്ടോ. അല്ലാണ്ട് ഞാനൊന്നും ഉണ്ടാക്കി പറഞ്ഞതല്ല. അങ്ങനെ ഒരു സ്വഭാവവും എനിക്കില്ല. ഇവർക്ക് ദിവസവും ഇത് തന്നെയാ പണി. കറങ്ങാനെന്നും പറഞ്ഞിറങ്ങും, പിന്നെ സന്ധ്യയാകും വീട്ടിൽ കയറാൻ. എന്നിട്ട് കെട്ടിയോന് അടുക്കള പണി. അല്ലെങ്കിലും 2 തോർത്ത് വാങ്ങാൻ ടൗണിൽ പോണം. ആ സുലോചന പറഞ്ഞത് നുണയാ. അവളുടെ കെട്ടിയോൻ വെറുതെ ഓരോ കാര്യം പറഞ്ഞ് രാവിലെ ഇറങ്ങും. എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ എല്ലാം തലയിടും. ചിലപ്പോ വലുതൊക്കെ കിട്ടുമായിരിക്കും. അവസാനം പുലിവാല് പിടിക്കും. പിന്നെ അത് തീർക്കാൻ ഇവള് പോണം. ആഹാ, ലക്ഷ്മി ചേച്ചിയെ എങ്ങോട്ടാ കുടവുമായിട്ട്? ദുബായി പോവാ എണ്ണ പോരാൻ. വരണോ? അല്ല പിന്നെ. എന്റെ ശാരദേ, വീട്ടിൽ മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല, വെള്ളം കോരാനും പറ്റുന്നില്ല. ഒരു കുടം വെള്ളം നിറയ്ക്കാൻ വന്നതാണേ. ഇനി അതിന് വല്ല കാശും വേണാവോ?
എന്റെ ലക്ഷ്മി ചേച്ചി, ഞാൻ അതൊന്നും വെച്ച് പറഞ്ഞതല്ലേ. നിങ്ങൾ എത്ര വേണേലും വെള്ളം എടുത്തു. അത് വെറുതെ പറഞ്ഞതായിരിക്കും. അവരുടെ വീട്ടിൽ കിട്ടിയോന്നായിട്ട് എന്നും വഴക്കം. വഴക്കിനിടയിൽ അമ്മേരെ ആ മോട്ടർ ഊരി കിണറ്റിലെങ്ങാനും എറിഞ്ഞ് കാണും. അവിടെ എല്ലാം ഇവളല്ലേ കൈകാര്യം ചെയ്യുന്നത്. അതൊക്കെ എന്റെ വീട്ടിൽ എന്ത് കാര്യം എന്നോട് അഭിപ്രായം ചോദിക്കാതെ ചെയ്തില്ല. അപ്പൊ നിങ്ങളുടെ സ്വർണം എടുത്ത് വിറ്റതിന് ഇന്നലെ രാത്രി അവിടെ കിടന്ന് വഴക്ക് കേട്ടതോ? അതോ അതെന്തോ അത്യാവശ്യനാണേ, പറയാൻ മറന്നു പോയതാ. അല്ലാണ്ട് അങ്ങേര് അങ്ങനെ ഒന്നും ചെയ്യുന്ന മനുഷ്യനേ അല്ല. അല്ല, ഇത്ര പെട്ടെന്ന് പോന്നോ? ടൗണിലേക്ക് പോയില്ലേ? ഇല്ല എന്റെ ചേച്ചി, ബസ് പണി മുടക്ക്. ഇനിയിപ്പോ നാളെ നോക്കണം. ഓ വരുന്നു കൊച്ചേ, ഒന്നും മിണ്ടാൻ പോലും നേരമില്ല. എപ്പോഴും പണി തന്നെ പണി. ഇതുവരെ പിരിഞ്ഞില്ലേ? അല്ല, പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, എവിടെ പോയി? ഞങ്ങളൊന്നേ ടൗണിൽ പോയതാ. ഏതേലും വീട്ടിൽ കുത്തിരിക്കാൻ പറ്റുമോ? ഒന്ന് പുറത്തിറങ്ങണ്ടേ? മധ്യസ്ഥൻ വരുന്നുണ്ടല്ലോ ആലുകാലയില്. ജനിച്ചതാക്കു വേണ്ടി അറിയുന്നല്ലോ, ജീവിപ്പതാക്കു വേണ്ടി അറിയുന്നല്ലോ. എല്ലാരും ഉണ്ടല്ലോ. കാലത്തെ അങ്ങ് തുടങ്ങി. ഒരുത്തി അണിഞ്ഞൊരുങ്ങി അങ്ങ് ഇറങ്ങിക്കോളും സർക്കിട്ടിനെന്നും പറഞ്ഞ്. എന്നാ കുടുംബത്തില് ഭർത്താവും മക്കളും ഉണ്ടെന്നോ അവർക്ക് വല്ലതും വെച്ചുണ്ടാക്കി കൊടുക്കണമെന്നോ ഒരു വിചാരമില്ല. വീട്ടിലിരുന്ന മൊബൈല് അല്ലെങ്കിൽ സർക്കിട്ട്, ഇതൊന്നും അല്ലെങ്കിലോ പരദൂഷണം. കാലത്ത് ഇറങ്ങിയിരിക്കുക എല്ലാം കൂടി. വീട്ടിൽ പോടി. നിങ്ങൾക്ക് ആകാതെ ഞങ്ങൾക്കും ആകാം. എന്താ ഇത് ആണുങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ? അതേടി, ഞാനിതൊക്കെ കേൾക്കണം. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നിങ്ങളെയൊക്കെ നോക്കുന്നതിന് നീ ഇത് തന്നെ പറയണം. അപ്പൊ ഞാനോ? നിങ്ങൾക്ക് പകല് മാത്രമല്ലേ പണിയെടുക്കുള്ളൂ, ഞങ്ങൾക്ക് പകലും രാത്രി പണിയല്ലേ? എന്നെ ഉപദേശിക്കാതെ നിന്നോട് വീട്ടിൽ പോവാനാ പറഞ്ഞത്. എടി വീട്ടിൽ പോടി. അവളിപ്പൊ പോന്നില്ല. അവള് പറഞ്ഞ ശരിയല്ലേ? പെണ്ണുങ്ങൾ പണിയെടുക്കുന്നത് ആരും കാണുന്നില്ല, ആണുങ്ങൾ മഹാന്മാരും. അതെ അതെ, അവളെ എന്റെ ഭാര്യ. ഞാൻ എന്തു പറയും? അതെ, എന്റെ ചേട്ടൻ എന്നോടല്ലേ പറഞ്ഞത്. അതിന് നിങ്ങൾക്ക് എന്താ? ചേട്ടൻ നമുക്ക് വീട്ടിൽ പോവാം. ചേട്ടൻ ഇതിനു മുമ്പ് ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്റെ സുരു, ഞാൻ കള്ളൊന്നും കുടിക്കില്ല എന്ന് എനിക്കറിയാലോ. കുറച്ച് ദിവസമായി 2 എണ്ണം പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. കള്ളുടിന് എന്തും പറയാലോ. എല്ലാവരോടും കൂടി പറയാണ്, ഈ പരദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കാതെ വീട്ടിൽ പോയി വല്ല നല്ല കാര്യങ്ങളും ചെയ്യാൻ നോക്ക്. വാ മുത്തേ, നമുക്ക് പോവാം. അല്ലെങ്കിൽ നമ്മൾ എന്തിനാ മറ്റുള്ളവരുടെ കുറ്റവും കുറവും അന്വേഷിച്ച് നടക്കുന്നത്? ബാക്കി നാളെ പറയാം. അപ്പൊ ശരി. നിങ്ങളോട് കൂടിയാ പരദൂഷണം കേട്ടിരിക്കാൻ എന്ത് രസമാ അല്ലേ? നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ അല്ലേ? എന്നാ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ, കുറ്റവും പറയും, ഒരുമിച്ച് കൂടുകയും ചെയ്യും. തട്ടിങ്കാലാവുമ്പോ നിങ്ങൾ തട്ടി മുട്ടിയെന്നൊക്കെ ഇരിക്കും. മര്യാദയ്ക്കുള്ള നേരത്ത് വീട്ടിൽ പോയി ആ പാവം മനുഷ്യനും മക്കൾക്കും വല്ലതും ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. ആ സുലു വെറുതെ പറയുക. കണ്ണുണ്ട അറിഞ്ഞൂടെ? അങ്ങനെ നല്ല കുടിയനാന്നാ തോന്നണേ. നോ 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 നോ, പരദൂഷണം. പരദൂഷണമതുണ്ടീ പാരിൽ പരനുള്ള കാലമെന്നെന്നും, പണ്ഡിതനതു ഭൂഷണം പാമരനോ ദൂഷണം. പരദൂഷണമതു പത്യം നാരിക്കും നരനായാലും, പരദൂഷണം നശിപ്പിക്കും വീടും നാടും സർവതും. പരമാർത്ഥമറിയാതെ പലതും പറഞ്ഞു പരത്തൊല്ല, അറിയാത്തത് പറഞ്ഞാലതു അബദ്ധമായി തീർന്നിടാം. ഞങ്ങളീ മണ്ണിലും വെണ്ണിലും കണ്ണീർ കുടങ്ങളല്ല, കണ്ണാടി പോലത്തെ കരളുണ്ട് ഞങ്ങൾക്ക്, കാലിലും നിന്റെ
നേരത്തോളം ഞങ്ങൾ ഉണ്ണാനൊടുക്കാനൊരുക്കി വയ്ക്കും. കണ്ണൂരിരുമ്പി ഉണർന്നു തുടങ്ങിയാൽ കണ്ണൊന്നു ചിമ്മാൻ സമയമില്ല. എണ്ണ തേക്കാൻ ഉണ്ണിക്കമ്മ വേണം, പിന്നെ കടവല് കുപ്പായം തുന്നി വേണം. അച്ഛന്റെ പതിവുള്ള നീക്കാപ്പി